ഹലോ സുഹൃത്തുക്കളെ, ഇവിടെ കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ചിൻ്റെ അടുത്തായിട്ട് എല്ലാ വർഷവും ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പിലൊക്കെ ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യവും ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന ഒരു വീട്ടിലൊരു അമ്മയും മകനുമാണ്. അവരോട് കാര്യങ്ങൾ ഇതേക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, ജൂൺ മാസം ആദ്യക്ക് വിത്തിട്ട് 3 മാസം വേണം ഇത് വിളവെടുക്കാൻ വേണ്ടിയിട്ട്. ജൂൺ ജൂലൈ ആഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് പൂ വിരിഞ്ഞ് ഇപ്പോൾ ഓണത്തിനേക്ക് ഈ വിളവെടുക്കാൻ തുടങ്ങും. ഇഷ്ടംപോലെ ആൾ വാങ്ങാൻ വരും. ഉദ്ഘാടനം കഴിഞ്ഞ് ഇനിയിപ്പോൾ ആൾ അത്തം തുടങ്ങിയില്ലേ, അത്തം തുടങ്ങാനായില്ലേ. അപ്പോൾ അത്തം തൊട്ട് 10 ഓണം വരെ എല്ലാ ദിവസവും ആളുകളുടെ ഇഷ്ടംപോലെ ആൾ വരും പൂവിന്. അപ്പം അങ്ങനെ നമ്മളിവിടുന്ന് വിൽപ്പന ചെയ്യും. അതിപ്പോൾ ജൂൺ മാസത്തിൽ ഫസ്റ്റ് നിങ്ങൾ തന്നെയാണ് എല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റ് നമ്മൾ തന്നെ ഇത് വിത്ത് നമ്മൾ ചെടി വാങ്ങലാണ്. ഇപ്പം നമ്മൾ വിത്ത് കൊണ്ടുവന്നിട്ട് മുളപ്പിച്ചിട്ട് തന്നെയാണ് ആ ചെടിയാണ് നമ്മൾ നട്ടത്. ചെടി നടുവായില്ല, വിത്തല്ല, ചെടിയാക്കി എടുത്തിട്ട് മുളപ്പിച്ചിട്ട് ചെടിയാക്കി എടുത്തിട്ടാണ് ചെടിയാണ് നടുന്നത്. അത് ജൂൺ ആദ്യക്ക് ഫസ്റ്റില് ചെടിയായിട്ട് നടും. വിത്ത് അതിന് മുമ്പേ വിത്ത് പാകി മുളപ്പിച്ച് ജൂൺ ആദ്യക്ക് നമ്മൾ വിത്ത് നട്ട് ജൂലൈ ആഗസ്റ്റ് ഇപ്പോൾ ഇന്നിപ്പോ 15 ആഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിന്റെ വലുപ്പത്തിലായി മുട്ടിട്ട് പൂ വിരിഞ്ഞ്. പിന്നെ ഇനി ഇതെടുക്കാൻ വേണ്ടി ആൾക്കാർ ഉണ്ടാവും. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് പറഞ്ഞ് അവർ ഉദ്ഘാടനം ചെയ്ത്. അത് കൊല്ലത്തിൽ നമുക്ക് ഒരു പഞ്ചായത്തെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യല്ലോ. ഇപ്രാവശ്യം ഇവരെ എടുക്കുമ്പോൾ ബ്ലോക്കിൽ നിന്നാണ് വന്നത്. ഇനിയിപ്പം ജില്ലാ പഞ്ചായത്തിൽ നിന്നും വന്നിട്ട് എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പകുതി സ്ഥലം അവർക്ക് വെച്ചിട്ടുണ്ട്, പകുതി മറ്റവർ വന്നിട്ട് ഇങ്ങനെ എല്ലാം എടുത്തിട്ട് പോയി. ഇനിയിപ്പോൾ അതുകൊണ്ട് അവരും വന്ന് ഉദ്ഘാടനം കഴിഞ്ഞാലേ നമുക്ക് ഈ പൂ പറിക്കാൻ കഴിയുള്ളൂ. ആള് ചോദിക്കാൻ തുടങ്ങി. ഇപ്പം ഇനി മത്സരത്തിനെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകും. ഇവിടെ ഇപ്പോൾ 2 കളറേ ഉള്ളൂ. മറ്റ് കഴിഞ്ഞ പ്രാവശ്യം വരെ 3 കളർ ഉണ്ടായിന്. വേറെ ചെറിയ വാടാമല്ലി എന്ന് പറഞ്ഞാൽ അതുണ്ടായിന്. പിന്നെ ഒരു മഞ്ഞ വെള്ളച്ചെട്ടി ഉണ്ടായിന്. അതല്ല ഇപ്രാവശ്യം 2. അതന്നെ ഇപ്രാവശ്യം ആ ഒരു 10 ദിവസം മഴ ഭയങ്കര അടുപ്പിച്ച മഴയായി പോയി. അതുകൊണ്ട് ഇതെല്ലാം ചീഞ്ഞു മഴ ഇതിന് ബാധിച്ചിനി. അതുകൊണ്ട് ഇപ്പം പൂവെല്ലാം എന്നാലിപ്പം മോശമില്ല. ഇനിയിപ്പം മറ്റേവർ വരാനാകുമ്പോഴത്തേക്ക് ജില്ലാ പഞ്ചായത്തിന് വരാനാകുമ്പോഴത്തേക്ക് ഈ മഴ ഇങ്ങനെയാണെങ്കിൽ എന്തായിപ്പോന്ന് പറയാൻ പറ്റൂല. അങ്ങനെ വിളവ് അവർ വന്ന് ഉദ്ഘാടനം കഴിഞ്ഞാലേ എടുക്കാൻ തുടങ്ങാൻ കഴിയും, പറിക്കാൻ കഴിയുള്ളൂ. അവരിപ്പോൾ മറ്റവർ ബ്ലോക്കിൽ നിന്ന് വന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് പറിച്ച് അതൊരു ഭാഗം വെച്ച്. ഇനിയിപ്പം മറ്റവർക്ക് ജില്ലാ പഞ്ചായത്തിന് വരണ്ടെങ്കിൽ വരുന്ന ചെയ്യണ്ടെങ്കിൽ വേറെ ഇപ്പുറത്തെ ഭാഗത്ത് വെക്കാൻ പറഞ്ഞുകൊണ്ട് അതങ്ങനെ വെച്ചിട്ടാണ്. അവരും വന്നതിന് ശേഷം വിരിച്ചു കൊടുക്കും. അപ്പോൾ അവര് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇങ്ങനെ പൂക്കള മത്സരത്തിന് അവര് പൂക്കള മത്സരത്തിന് വിൽക്കാൻ കൊണ്ടുപോകില്ല. ഇവര് ബ്ലോക്കിൽ നിന്നെല്ലാം വന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ അവര് ചടങ്ങിന് ചെയ്യുള്ളൂ. പിന്നെ ആ നാള് ഓരോ സ്ഥലത്തെല്ലാം പൂക്കള മത്സരം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആള് വരുത്താന്ന് കൊണ്ടുപോകാൻ വേണ്ടി ബുക്ക് ചെയ്യും. വന്ന് അങ്ങനെ പറിച്ചിട്ട് കൊണ്ടുപോകും. വിലയും കാര്യങ്ങളും നമ്മളിപ്പം പറഞ്ഞാൽ ശരിയില്ല അല്ലേ. വില എങ്ങനെയാന്നുള്ളത് നമുക്കിപ്പം പുറത്ത് എങ്ങനെയാന്ന് കൊടുക്കുന്നത് അതേ വിലക്കാന്ന് കൊടുക്കുക. എന്നാ ഒന്നും അറിയില്ല എങ്ങനെയാണോ. പൂവിൻ്റെ ഇതുപോലെയാണ്. ഇപ്രാവശ്യം മഴ ഉള്ളതുകൊണ്ട് ഏടിയും പൂ ഉണ്ടായിട്ടില്ല പോലും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ 2 ബ്ലോക്കൊന്നും ഇവിടെ തന്നെ വന്നിട്ട് ചെയ്യുന്നത്. ഇവിടെയാ ഉള്ളും പോലും പൂ. ഈ തഴീക്കോട് ഏടിയും വേറെ എല്ലാവരും നട്ടിനി, പക്ഷേ ഏടിയും പൂ ഉണ്ടായിട്ടില്ല പോലും, ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റ് നമുക്ക് ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് ഒരു പഞ്ചായത്തിൽ നിന്നേ വരത്തുള്ളൂ ഉദ്ഘാടനത്തിന്. ഇതിപ്പോൾ 2 പഞ്ചായത്തിൽ നിന്നാണ് വേണമെന്ന് പറയുന്നത്. ഇന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ 21-നേക്ക് മറ്റവർ വരുമെന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം കംപ്ലീറ്റ് പറിക്കുള്ളൂ. ഈ കൃഷി എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ നട്ടിട്ട് അങ്ങനെ പോകേണ്ട കൃഷിയല്ല. നല്ലോണം ഇതിന് ശ്രദ്ധ വേണം. ശ്രദ്ധ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും ഇല്ലാണ്ട് കിട്ടുകയും നല്ല രീതിയിൽ കേടായി പോകും. അതുപോലെ എന്തൊക്കെ ഉണ്ടോ എന്നുള്ളതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ടും അതിന് വേണ്ടുന്ന വളങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ. അല്ലാണ്ട് നമ്മളൊരു സുമാറൊരു നട്ട് കഴിഞ്ഞാൽ അതിനെ കൊണ്ടില്ല. കുറേ ആളുകൾ നമ്മൾക്ക് കൊണ്ടുപോയിട്ടില്ലെന്ന് വെച്ചാൽ അവർക്ക് തോന്നിയവരങ്ങ് നട്ട് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും പൂക്കൾ വിരിയും. അപ്പോൾ അതിനനുസരിച്ചുള്ള വളങ്ങൾ കൊടുക്കണം, വേണ്ടുന്ന വെള്ളം കൊടുക്കണം. അങ്ങനെയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ
ഇങ്ങനെ ഈ ഒരു രീതിയിലായി വരുന്നവരെ പരിപാലനം കൃത്യമായ പരിപാലനം ഇതിന് അത്യാവശ്യം. കീടങ്ങൾ പച്ചക്കറികളിൽ നമ്മൾ ഈ ചെടികൾ വെക്കുക കീടങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കീടങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടികളാണ് ഇത്, ഈ പൂക്കൾ, ഈ മഞ്ഞ കളറിലെ പൂക്കൾ. അപ്പോൾ ഇതിൽ എന്തായാലും ചില വല്ലാണ്ട് കീടങ്ങൾ വരും. അപ്പോൾ ഇതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. പച്ചക്കറിയെ സംരക്ഷിക്കാൻ വെക്കുന്നത് ഇത്. അപ്പോൾ ആ കീടങ്ങളിൽ ഇത് വന്നിട്ട് ആക്രമിക്കാൻ വേണ്ടി ഇതിന് നമ്മളെ പച്ചക്കറി നന്നായി കിട്ടും. അപ്പോൾ ഇതിനെ സംരക്ഷിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. നല്ല മെനക്കേടുമാണ്. പിന്നെ അതിൻ്റെ പുറം തന്നെ ഈ കാലാവസ്ഥ, മഴ എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല. ഈ സമയത്ത് എന്തായാലും മഴയുണ്ടാവും. ക്രമം തെറ്റി ആ ഒന്നിച്ചില്ല ഒരു 10-12 ദിവസത്തെ മഴ നല്ലോണം ബാധിച്ചിന്. പൂക്കൾ വിരിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ പെയ്തത്. മഴ വേണം, മഴയും വെയിലും എല്ലാം വേണം ഈ ചെടിക്ക്. പക്ഷേ വെയിലില്ലാണ്ട് ഒരേ മഴയായിപ്പോയതാണ് ഏകദേശം ഒരു ഭംഗി കുറഞ്ഞു പോയത്. അപ്പോൾ ഈ നമ്മളെ ഈ ചെടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 12 തട്ട ഇല വന്നതിന് ശേഷം ഈ നമുക്കൊരു മൊട്ട് വരും. ഇതുപോലെയുള്ള മൊട്ട് വന്ന് ഈ മൊട്ട് ഒരു പൂവായി വരേണ്ടെങ്കിൽ 21 ദിവസം എടുക്കും. ഇങ്ങനത്തെ ഒരു പൂവായി വരാൻ 21 ദിവസം വേണം. ഇങ്ങനെയുള്ളൊരു മൊട്ട് നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമുക്ക് മൊട്ട് കാണാൻ തുടങ്ങിയാൽ, അപ്പോൾ 21 ദിവസം കഴിഞ്ഞതിന് ശേഷമേ ആ മൊട്ട് പൂവായിട്ട് വരുള്ളൂ. അപ്പോൾ അത്രയും ദിവസം വേണം. ഇത് കാണുമെന്ന് വിചാരിക്കുക പെട്ടെന്ന് ഇല്ല. ചെണ്ടുമല്ലി എന്നല്ലേ ഇതിന്റെ പേര്? അതെ, ചെണ്ടുമല്ലി. ചെണ്ടുമല്ലിക്ക് ഇത് ചെടി നട്ടതിന് ശേഷം വളം അല്ലേ, അത് എങ്ങനെ വളർത്തിയെടുക്കുന്നത് എന്നൊന്ന് പറയാം. വളർത്തിയെടുക്കലെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെറിയ തയ്യാണ് മുളച്ച് വരുന്നത്. വന്നു കഴിഞ്ഞാൽ നമ്മൾ കുണ്ട് കുഴിച്ചിട്ട് അതിൽ വളമിടും. കുണ്ടിൽ വളമിട്ട് മൂടിയതിന് ശേഷം അതിനകത്ത് തൈ നടുക. എന്നിട്ട് പിന്നെ അതിന് വെള്ളം ഒഴിക്കണം. കുറച്ച് മഴയുണ്ടെങ്കിൽ ഒഴിക്കണ്ട, മെല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം. അതങ്ങനെ കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരിട ചെള്ളി ഒരു മാന്തി എടുത്തിട്ട് അതിന് ആദ്യം ഒരു വളം വെക്കണം, രണ്ടാമത്തെ വളവും കൊടുക്കണം. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിക്കുക. പിന്നെ വെള്ളവും നനച്ചു കൊടുക്കണം. ഈ പുഴുക്കളെല്ലാം വരും, അത് വരുന്നതിന് ഇങ്ങനെ മരുന്നൊരു കുടഞ്ഞു കൊടുക്കൽ. അങ്ങനെ നമ്മൾ തന്നെ എല്ലാം കംപ്ലീറ്റ് നമ്മൾ തന്നെ ചെയ്യുന്നു. മോനാണ് ശരിയായിട്ട് ഇതിൻ്റെ ഇത് ചെയ്യുന്നത്. നമ്മൾ മക്കളെല്ലാവരും കൂടി ഇതിന് കളപറിക്കണം. അങ്ങനെയെല്ലാം കുറേ പണിയെടുക്കാനുണ്ട്. അതെല്ലാം നമ്മൾ തന്നെ എല്ലാവരും ചെയ്തിട്ട് അതിന് നമുക്ക് കുടുംബശ്രീ ഉണ്ട്. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കുടുംബക്കാർ തന്നെയാണ് കുടുംബശ്രീയിലുള്ളത്. എല്ലാവരും നമ്മളെ സഹായിക്കും. അങ്ങനെ ഇത് കഴിഞ്ഞ് വേറെ കൃഷി പച്ചക്കറി നടും ഇവിടെ തന്നെ. ഇത് ഇപ്പോൾ ഓണം ആവുമല്ലോ. ഇപ്പോൾ ചിങ്ങമാസമല്ലേ ഓണം, ആഗസ്റ്റ്. അപ്പോൾ ആഗസ്റ്റിൽ ഓണം കഴിഞ്ഞ് അപ്പാട് പിന്നെ ഇതെല്ലാം പൊരിച്ച് കളഞ്ഞിട്ട് ഇവിടെ പച്ചക്കറി നടും. എല്ലാ കൊല്ലവും പച്ചക്കറി നടും. അത് എല്ലാ ഐറ്റംസും ഉണ്ടാവും. അപ്പോൾ നേരത്തെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ പുറത്തുനിന്ന് ആൾ വരുന്നാണെങ്കിൽ എങ്ങനെ രീതിയിലാണ് കൊടുക്കുകയെന്നുള്ളതല്ല. അത് ആ സമയത്തുള്ള മാർക്കറ്റ് അല്ലെങ്കിൽ അല്ല, അതേ സമയത്ത് വരുന്നവർക്ക് മാർക്കറ്റ് ലെവലിൽ ഉള്ള ദേശം നോക്കിയിട്ട് നമ്മൾ അങ്ങനെ കൊടുக்கலாம். എന്തായാലും വന്നാലും ഉണ്ടാവും വെച്ചാൽ ഇപ്രാവശ്യം മഴ നല്ലോണം ബാധിച്ചിന്. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു വളവ് ഉറച്ചു കഴിഞ്ഞാൽ അടുത്ത ഓണം നമുക്കുള്ള തേച്ച വളവും പൂക്കളും പിരിയിടും. 10 ദിവസം കൊണ്ട് മഴ പെയ്തിട്ട് ദേശം ഒരു ക്ഷീണം പറ്റില്ല. ഇന്നാണ് വിളവെടുപ്പ് വെച്ചിന്. അപ്പോൾ ആ വിളവെടുപ്പ് ഇന്ന് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും രണ്ടും സംയുക്തമായിട്ടുള്ള ഇതാണ്. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വിളവെടുപ്പ് ഉണ്ടാവും. അതിനുശേഷം പൂക്കൾ ഇപ്പോൾ എന്തായാലും തിങ്കളാഴ്ച മുതൽ പൂവിൻ്റെ ആവശ്യം തുടങ്ങി. ആവശ്യക്കാർക്ക് കൊടുക്കും. ഇപ്പോൾ ഒരു സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞുകൊണ്ട് ഇതിപ്പോൾ 6ാമത്തെ കൊല്ലം. നിങ്ങളിങ്ങനെ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടല്ല, നിങ്ങൾ തന്നെ അല്ല, ഇത് ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടല്ല. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ് ഓണത്തിനൊരു കൊട്ട പോകുന്നുള്ളത്. അതുപോലെ ഇപ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അല്ല, നമ്മളെന്നല്ല, ഇതിപ്പോൾ ചെയ്യാൻ ഒരുപാട് കർഷകരുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവർ ആൾ രജിസ്റ്റർ ചെയ്യുക. അവരിത് ഇന്ന ചെടിയും നമ്മളെ ചെടികളെല്ലാം കൂട്ടിയിട്ട്
ഇപ്പോൾ അവരെ ചെടിയും നമ്മളെ ചെടിയെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഇത്രപാട് ചെടികളൊന്നും അവരുടെ കിട്ടില്ല. അപ്പോൾ അവരെ പദ്ധതിയിൽ നമ്മൾ ചേരുമ്പോൾ വെച്ചാൽ ഇപ്പം പച്ചക്കറിയെല്ലാം ചെയ്യുന്നവർ തന്നെ പച്ചക്കറി ചെയ്യുമ്പോൾ അവരെ കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. ബാക്കിയെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ട് ചെയ്യുന്നത്. അതുപോലെ പൂക്കൃഷി അങ്ങനെ അത്രയേ കാണുള്ളൂ. അല്ലാണ്ട് ഈ ചെടികൾ തേച്ച് അവർ തന്നിട്ട് ചെയ്യുന്നില്ല. അവരെ പദ്ധതി അവർ തരുന്ന കുറച്ച് ചെടികളെ കൂടെ നമ്മളെ ചെടികളും കൂട്ടിയിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ചാൽ ബീച്ചിൽ പോകുന്ന ഭാഗത്തായിട്ടാണ് ഈ ഒരു ചെണ്ടുമല്ലി കൃഷി വരുന്നത്. ഓക്കെ, ഇതുമായിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക. ഞാൻ എന്താക്കാം അവരെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ഇതിലൂടെ തരുന്നതാണ്. ഓക്കെ.